നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് റസ്ക് ആണ്, അതും വിത്തൗട്ട് ഓവൻ. ആദ്യമായിട്ട് ഒരു ലാർജ് ബോൾ എടുക്കുക, എന്നിട്ട് അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് നന്നായി ഉടച്ചു കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം, നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഇവിടെ ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, തൽക്കാലം ഏതെങ്കിലും സ്പാച്ചുല സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ക്രീം പരുവത്തിലാക്കി എടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ആ യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നെക്സ്റ്റ് ഇതിലോട്ട് നമ്മൾ 1 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നെക്സ്റ്റ് നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ബാറ്റർ നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. അടുത്തതായിട്ട് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർ നന്നായി ബട്ടർ വെച്ചിട്ട് നന്നായി ഗ്രീസ് ചെയ്തിട്ടാൽ മതി ആ പാത്രം. ഇനി ഇതൊന്ന് സ്പാച്ചുല വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡാക്കി കൊടുക്കണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പാനാണ്. അപ്പോൾ പാനിൽ ആദ്യം അല്പം ഉപ്പിട്ടിട്ട് ഒരു റിങ് വെക്കുക, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച പാത്രം വെച്ച് കൊടുക്കണം. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് എടുത്ത് ഇത് തയ്യാറാവുന്നതാണ്. ഇത് ഓക്കെ ആയൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു കത്തി എടുത്തൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്ക്ഡ് ആയി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇതേപോലെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുക്കായെങ്കിൽ അത് നമ്മൾ ആ പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ആ പാത്രം മറ്റൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കത്തി വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം, വീഡിയോയിൽ കാണുന്നത് പോലെ. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേക്കിൻ്റെ തിക്നെസ് കുറവായതുകൊണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചാൽ അവർ അതിനെ 2 കേക്കായിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ശേഷം വേണം ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ. ഈ കേക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണെന്ന്. ഇനി ഇതിനെ നമുക്ക് ക്രിസ്പി ആക്കണം.
നെക്സ്റ്റ് നമ്മൾ നേരത്തെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിൽ ഗ്രീസ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ച ഓരോ പീസസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് ആ റിങ് വെച്ചതിൻ്റെ മുകളിൽ ഈ കേക്കിൻ്റെ ഇത് വെച്ച് കൊടുക്കണം. പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കാതെ ആയോ എന്നുള്ളത്. അങ്ങനെ നമ്മളുടെ കേക്ക് റസ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ആ ബ്രൗണിഷ് കളേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മളുടെ റസ്ക് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.